ബ്രസ്റ്റ് ക്യാൻസർ ഇൻസിഡൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് സെർവിക്സിൻ്റെ ക്യാൻസർ. സെർവിക്സ് എന്ന് പറയുമ്പോൾ ഗർഭപാത്രത്തിൻ്റെ അറ്റത്തിനെയാണ് സെർവിക്സ് എന്ന് പറയുന്നത്. ഈ ക്യാൻസർ വരാതിരിക്കാനും വന്നാൽ ഏത് വിധത്തിൽ ചികിത്സിക്കാം എന്നുമുള്ളതിനെക്കുറിച്ച് ഈ വീഡിയോ വഴി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഡോക്ടർ ഫിർദോസ് ഇക്ബാൽ, ചങ്ങമ്പള്ളി, ചീഫ് ഫിസിഷ്യൻ, ചങ്ങമ്പള്ളി വൈദ്യഭവൻ ആൻഡ് ഓങ്കോളജി കൺസൾട്ടൻറ്റ്, ചങ്ങമ്പള്ളി റെമേഡിയം. സെർവിക്കൽ ക്യാൻസർ ഇന്ന് വളരെയധികം ആളുകളിൽ കാണുന്നതാണ്. കൂടുതൽ കാണുന്നത് പ്രായമായവരിലാണ്. ഈ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണമായിട്ട് പേഷ്യൻസ് വരാറുള്ളത്. നമ്മുടെ അടുത്ത് ക്ലിനിക്കിൽ വരുമ്പോൾ സാധാരണയായിട്ട് മെനോപോസൽ ഏജ് എന്ന് പറയുമ്പോൾ ഒരു 45 to 50 ഉള്ളിൽ മെനോപോസ് നിൽക്കാറുണ്ട്. അങ്ങനെ നിന്ന് കഴിഞ്ഞ് ഒരു 1 ഇയർ വരെ 1 ഇയർ ഓർ അതിലധികം മെൻസ്ട്രേഷൻ വന്നിട്ടില്ലെങ്കിൽ അത് മെനോപോസായിട്ട് കണക്കാക്കാം. ഈ മെനോപോസ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഏത് ബ്ലീഡിങ്ങിനെയും നമ്മൾ സംശയത്തോടെ വേണം കാണാൻ. കാരണം അത് ഗർഭാശയത്തിൻ്റെ അറ്റത്ത് സെർവിക്സിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള എറോഷൻസ് എന്ന് പറഞ്ഞാൽ പുണ്ണോ അതല്ലെങ്കിൽ മുറിവ് പോലെയോ അല്ലെങ്കിൽ കുരുക്കളോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ഉള്ളതാവാം. അതല്ലെങ്കിൽ അത് ക്യാൻസർ തന്നെ ആയിരിക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, CA-125 CE. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പേഷ്യൻ്റ് ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് വളരെ ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസൊക്കെ വരാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ പ്രാക്ടീസിൽ സാധാരണ എല്ലാ ക്യാൻസേഴ്സും ഹോസ്പിറ്റലൈസ് ചെയ്ത് അഡ്മിറ്റ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുള്ളത്. ഹോസ്പിറ്റലൈസ് ചെയ്യാതെ മാറിയ കേസുകളിൽ ഏറ്റവും കൂടുതലുള്ളത് സെർവിക്സിൻ്റെ ക്യാൻസേഴ്സാണ്. വളരെ എഫക്റ്റീവായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പ്രത്യേകിച്ച് ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് മാറ്റിയെടുക്കാവുന്ന ഒരു ക്യാൻസറാണ് CA സെർവിക്സ്. ഇതിൽ ഞാനിപ്പോൾ പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവ കഥ കൂടി പറയാം. ഒരിക്കൽ ഒരു 80 വയസ്സുള്ള ഒരു ലേഡീനെ അവരുടെ മക്കൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അവർ ഹാർട്ട് പേഷ്യൻ്റാണ്. അവർ സ്ഥിരമായിട്ട് ഗുളികകളും മെഡിസിൻസും കഴിക്കുന്നുണ്ട്. BP-ക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്, കൊളസ്ട്രോളിനുണ്ട്, തൈറോയിഡിനുണ്ട്. എന്ത് അസുഖം വരുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ട്. അപ്പോഴൊക്കെ പാരസെറ്റമോൾ അവരെല്ലാം എപ്പോഴും ഒരു കയ്യിൽ കരുതുന്നതെന്ന് പറഞ്ഞു, എപ്പോഴും എടുത്ത് കഴിക്കാറുണ്ട്. ഇതൊക്കെയാണ് അവരുടെ ഹിസ്റ്ററി. പക്ഷേ 80 വയസ്സായിരിക്കുന്നു. അതിനുശേഷം ഒരു ദിവസമാണ് പെട്ടെന്ന് വല്ലാതെ ബ്ലീഡിങ് വന്നു. വളരെ ആവശ്യമായി. ഞാൻ എൻ്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ ഞാൻ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ CA-125 CA വളരെ ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. അതൊരു ട്യൂമർ മാർക്കറാണ് ഈ ക്യാൻസേഴ്സിൽ കാണുന്നത്. അപ്പോൾ പിന്നെ ബാക്കി HB എല്ലാം വളരെ ലോ ആണ്. പേഷ്യൻ്റ് വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ളൊരവസ്ഥയിലാണ്. ആ പേഷ്യൻറ്റിന് ഞാൻ 6 മാസമാണ് മരുന്ന് കൊടുത്തത്. 6 മാസത്തെ മരുന്ന് കൊണ്ട് പൂർണ്ണമായിട്ടും മാറി. റെക്കോർഡ്സ് എല്ലാം ഉണ്ട്. പിന്നെ സുഖമായിട്ടിരിക്കുകയും ചെയ്തു. പിന്നീട് അവർ അവിടുന്ന് ഒരു 5 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം ഈ അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിച്ചുകൊണ്ടിരുന്ന എല്ലാ മരുന്നുകളും മെല്ലെ മെല്ലെ സ്ലോ ആയിട്ട് നിർത്തുകയും അതിനെല്ലാം പകരം ആയുർവേദ മരുന്നുകൾ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് എല്ലാ മരുന്നും നിർത്തി. പക്ഷേ ഇതിലുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നിലക്ക് ഇത് ഇത്രയും സിമ്പിളായിട്ട് മാറി എന്നുള്ളത് ഈ കേസിൽ ശരിയാണ്. ഞാൻ പക്ഷേ അവരെ മീൻസ് ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൺവെൻഷണൽ ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ അയച്ചിരുന്നു. പക്ഷേ സർജറിക്കും പിന്നെ ഗർഭപാത്രം എടുക്കാനൊന്നും അവർക്ക് കഴിയില്ല. അവർ വീക്കാണ്. കാരണം ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് അതൊന്നും ചെയ്യാൻ വയ്യ. അതുകൊണ്ടാണ് ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തത്. അതിൽ പൂർണ്ണമായിട്ടും മാറുകയും ചെയ്തു. പക്ഷേ അതിലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമായിട്ടുള്ള ഒരാളെ നമ്മൾ വെറുതെ ബുദ്ധിമുട്ടിച്ച് ഒരു സർജറി ചെയ്തു. പിന്നെ കീമോതെറാപ്പി, റേഡിയേഷൻ, ഇവർ വളരെ കഷ്ടത്തിലൊക്കെ ആയിട്ട് നമ്മളവരെ വിടേണ്ടതില്ല. അവർ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് 5 വർഷം ജീവിച്ച് അവർ മരിച്ചുപോയി. അതിനുശേഷമാണ് ഞാൻ ഈ ക്യാൻസർ കേസുകൾ കൂടുതൽ മീൻസ് CA സെർവിക്സ് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുപോലെ പിന്നീടുള്ള ഒരുപാട് അനുഭവങ്ങൾ വളരെ സിമ്പിളായിട്ട് പലപ്പോഴും പ്രായമുള്ള അമ്മമാരൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് മാറുമ്പോൾ വളരെ ഒരു സന്തോഷം തോന്നും. കാരണം ക്യാൻസർ എന്ന രോഗം എന്ന് പറയുമ്പോൾ നമ്മൾ രോഗത്തേക്കാൾ കൂടുതലാണ് അതിൻ്റെ ചികിത്സയുടെ ദുരിതങ്ങൾ. അതിൽ എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, ഫാമിലിയുടെ കഷ്ടപ്പാടും സങ്കടങ്ങളും, അവർ ഒരാൾ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ഓരോ നിമിഷം നേറി കഴിയുന്നതുണ്ട്. പലപ്പോഴും പ്രായമുള്ള ആളുകളാകുമ്പോൾ അവർ അറിയിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ കീമോതെറാപ്പിയോ റേഡിയേഷനോ ചെയ്ത് കഴിഞ്ഞാൽ അവർ നടന്നും ചിരിച്ചും കളിച്ചും ഇരുന്നിരുന്ന ആളുകളാണെങ്കിൽ എന്തായാലും ബെഡ് റിട്ടൺ ആവും. ഈ തരം കഷ്ടപ്പാടുകൾക്കൊന്നും പോവാതെ വളരെ സിമ്പിളായിട്ട് മെഡിസിൻസ് കൊണ്ട് മാറ്റിയെടുക്കാവുന്ന ഒരു തരം ക്യാൻസറാണ് CA സെർവിക്സ്.
പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം ഓൾഡ് ഏജിൽ വരുന്നതാണ്. ഇതല്ലാതെ ഏർലി ഏജിൽ വരുന്ന ക്യാൻസേഴ്സിൽ കുറച്ചുകൂടി കോംപ്ലിക്കേഷനാണ്. ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. ആ കേസിലായാലും കുട്ടികളാവുമ്പോൾ നമുക്ക് റീപ്രൊഡക്റ്റീവ് ഏജിലാവുമ്പോൾ നമുക്ക് പലപ്പോഴും ഗർഭപാത്രം എടുത്ത് കളയാനും ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവരെ ഭാവി ജീവിതത്തിനെ ആലോചിച്ചിട്ട്. പക്ഷെ വളരെ എക്സ്റ്റെൻസീവായിട്ട് ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കേസുകളിൽ ഞാൻ ഹിസ്റ്ററെക്ടമി പറയാറുള്ളൂ. അല്ലാത്ത ഒരുവിധം കേസുകളൊക്കെ ബെറ്റർ ആവാൻ ആയുർവേദ മരുന്ന് കൊണ്ട് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്ന ഒരു ഏരിയയാണ് CA സെർവിക്സ്. വളരെ അത്യാവശ്യമാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ എന്താ ജീവിതത്തേക്കാൾ വലുത് ജീവനാണെന്ന് കരുതി ഗർഭപാത്രം എടുത്ത് കളയൽ മാത്രമേ നിവൃത്തി ഉണ്ടാവാറുള്ളൂ. പിന്നെ വേറെ ഇതിൻ്റെ ചില കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു ഡോക്ടർ തന്നെ ഉണ്ടായിരുന്നു. ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. ആ ഡോക്ടറെ കേസിലെന്ന് പറയുമ്പോൾ CA സെർവിക്സ് ആയിരുന്നു. അവർ കല്യാണം കഴിഞ്ഞ് കുറച്ചായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്തോ കാരണത്താൽ അവർക്ക് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് അവർ വന്നത്. പക്ഷേ അവർ പേഷ്യൻ്റ് ഒരിക്കലും തയ്യാറല്ലായിരുന്നു സർജറിക്കോ അതുപോലെ തന്നെ കീമോതെറാപ്പിയോ ചെയ്യാൻ. പക്ഷേ അവരുടെ വളരെ കുറഞ്ഞ ലെവലിൽ മാത്രമേ CA 125 വളരെ വളരെ മിനിമൽ ഇൻക്രീസ്മെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ കേസിലും ഇതുപോലെ മെഡിസിനും പിന്നെ ഇൻറ്റേർണൽ മെഡിസിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പക്ഷേ ഒരു 3 വർഷം തുടർച്ചയായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പൂർണ്ണമായിട്ടും മാറി. അതുകൊണ്ട് CA സെർവിക്സിൽ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നല്ലൊരു ശതമാനം എഫക്റ്റീവ് ആണെന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ പ്രാക്ടീസിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ വഴി കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമസ്കാരം.